ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിത് ഈ ഒരുങ്ങി നിൽക്കുന്നത് സമയം 7 മണി കഴിഞ്ഞു കേട്ടോ. ഒരുങ്ങി നിൽക്കുന്നത് നമ്മളൊരു സിനിമയ്ക്ക് പോവാണ് കേട്ടോ. അതായത് ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സിനിമ ഇന്നുകൊണ്ട് തീരുകയാണ്, നമ്മുടെ കോട്ടയത്ത് നിന്ന് ഷോ തീരുവാണ് കേട്ടോ. അപ്പോൾ ആ സിനിമയ്ക്ക് പോവാണ്. സിനിമ ഏതാണെന്ന് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ സമയം 7 മണി കഴിഞ്ഞിട്ട് 8:45 ഷോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു കടയിലൊക്കെ കയറണം എന്ന് വിചാരിച്ചാണ് നമ്മളിവിടുന്ന് ഇറങ്ങുന്നത്. പക്ഷേ അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മോനുള്ളത് കൊണ്ട് ടർക്കിയും വെള്ളവും പാമ്പേഴ്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ ഒരു ബാഗൊക്കെ. അമ്മമാരുള്ള മക്കൾ എന്തായാലും സ്വാഭാവികം എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി. ഇനി നമ്മൾ കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ കോട്ടയത്തുള്ള അഭിലാഷ് തിയേറ്ററിലോട്ടാണ് പോയത് കേട്ടോ. എനിക്ക് അവിടെ ഒരു ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം ഞാൻ പറയാം, ഭയങ്കര നീറ്റ്നെസ്സാണ് കേട്ടോ. അടിപൊളി നീറ്റ്നെസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തിയേറ്റർ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവിടം തൊട്ട് സിനിമ തുടങ്ങുന്നിടം വരെ എൻ്റെ കിളി പോയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഓൾറെഡി നമ്മൾ സ്നാക്സൊക്കെ വെളിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ. അപ്പം ഇവിടെ വന്നപ്പോഴേക്കും എല്ലാവർക്കും ഓരോ കോഫി കുടിക്കാൻ ആഗ്രഹം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 5 കോഫി ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് 5 കോഫി ഓർഡർ ചെയ്ത് ബില്ല് മേടിച്ചപ്പോഴാണ് എമൗണ്ട് അറിയുന്നത് 250 രൂപ. ഒരു കോഫിക്ക് 50 രൂപ വെച്ച് 250 രൂപ 5 കോഫിക്ക്. എൻ്റെ പൊന്നോ, എൻ്റെ കിളി പോയെന്ന് വെച്ചാൽ 250 രൂപയ്ക്ക് കാപ്പി കുടിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ എന്തൊരവസ്ഥയല്ലേ. ഈ ഒരു കാപ്പിക്ക് 50 രൂപ. എന്നാൽ കാപ്പി കൊള്ളാവോ? അതുമില്ല കേട്ടോ. ഭയങ്കര കടുപ്പം. നമ്മൾ എത്ര പാക്കറ്റ് ഷുഗർ അതിനകത്ത് ആഡ് ചെയ്തിട്ടും അതിൻ്റെ ഒരു മധുരം കിട്ടുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ആ പൈസയ്ക്ക് വേറെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാമായിരുന്നു തോന്നി കേട്ടോ. വെറുതെ നഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ കയറി കേട്ടോ. ഓൾറെഡി നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് ഷോയാണ്, അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. എന്നാലും ഇരിക്കട്ടെ, ഓൺലൈൻ ബുക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. സിനിമ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സുമതികുളമാണ് കേട്ടോ. അർജുന അശോകൻ്റെ നല്ല പടമായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളി പടമാണ് കേട്ടോ. നമ്മൾ പിന്നെ സിനിമയുടെ പേരെഴുതി കാണിക്കുമ്പോഴേക്കും തീറ്റ തുടങ്ങുന്ന സ്വഭാവക്കാരായതുകൊണ്ട് നമ്മൾ നേരെ ഫസ്റ്റ് സുമതി വളവ് എഴുതി കാണിച്ചപ്പോൾ തൊട്ട് നമ്മൾ സ്നാക്സ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ കുറേ സ്നാക്സ് ഒന്നും കഴിക്കുന്ന വീഡിയോ എടുത്തില്ല, കാരണം എൻ്റെ ഫോൺ ഓഫ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 12 മണി ആയിട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കുവാണ് കേട്ടോ. ഫുഡ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കപ്പ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പൊറോട്ടയും ബീഫ് കറിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 2 പൊറോട്ടയും കുറച്ച് ബീഫ് കറിയും എടുത്ത്, വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും കൂടി ഇരുന്നപ്പോഴേക്കും ഒരു ആഗ്രഹം കഴിക്കാൻ വേണ്ടി അങ്ങനെ 2 പൊറോട്ടയും ബീഫ് കറിയും എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ.